നമസ്കാരം. ക്രിസ്തു മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വളരെ ജനം അവനെ അനുഗമിച്ചു. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ചു. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. യേശു കൈ നീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകാൻ എന്ന് പറഞ്ഞു. ഉടനെ അവൻ ശുദ്ധനായി. ദൈവശാസ്ത്ര പാഠങ്ങളെല്ലാം മാറ്റിവെച്ചാൽ ഓരോ തവണയും നമ്മെ അതിശയിപ്പിക്കുന്ന ഒന്നാണ് യേശുവിൻ്റെ ഈ കൈ നീട്ടിയുള്ള സ്പർശം. എ ടച്ച് ദാറ്റ് ട്രാൻസ്ഫോംസ്. 20 നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നടന്ന ഈ സ്നേഹസ്പർശം കേവലം 100-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സ്വന്തം മലയാളക്കരയിൽ ചിന്തിക്കാനാവാത്തതായിരുന്നു എന്നത് ഓർക്കണം. മനുഷ്യനെ തൊടാതിരുന്ന കാലത്തിനും അധികം പഴക്കമൊന്നുമില്ല. മനു എസ് പിള്ളയുടെ ദ ഐവറി ത്രോൺ എന്ന ഒരു പുസ്തകമുണ്ട്. അതിൽ 1870-കളിലെ തിരുവിതാംകൂർ ബ്രിട്ടീഷ് റെസിഡന്റിന്റെ ഒരു കുറിപ്പ് ഇങ്ങനെയാണ്: വീഥികൾ നല്ല ജാതിക്കാർക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്നു, താഴ്ന്ന ജാതിക്കാർക്ക് ഇവ ഉപയോഗിച്ചുകൂടാ. താഴ്ന്ന ജാതിക്കാരായ പുരുഷന്മാർക്ക് കൊട്ടാരത്തിലോ കച്ചേരിയിലോ ഓഫീസുകളിലോ പ്രവേശനമില്ല. ചിലർക്ക് അതിനടുത്ത് വരാൻ പോലും വിലക്കുണ്ട്. ജാതികളുടെ വ്യത്യാസം അനുസരിച്ച് 90 അടിയും 64 അടിയും ഒക്കെ മാറി വേണം കീഴ്ജാതിക്കാർ എന്ന് വിളിക്കപ്പെട്ടവർ സഞ്ചരിക്കേണ്ടത്. കാലം മാറി, പൊതുസ്ഥലങ്ങളിലെ അകലവും മാറി. എന്നാൽ മനസ്സുകൾ തമ്മിൽ അകലം വർദ്ധിക്കുന്നു എന്നതാണ് ഈ പുതിയ കാലത്തിന്റെ കുഷ്ഠം. ഇവിടെ ഒറ്റപ്പെടലിന്റെ കാണാത്തുരുത്തുകളിൽ നിന്ന് മനുഷ്യനെ കൈ നീട്ടിപ്പിടിക്കുന്ന ക്രിസ്തുവിനെയാണ് നാം ഓർത്തെടുക്കേണ്ടത്. ഇനിയും ചുറ്റുപാടും ഒന്ന് ചെവി ഓർക്കണം. തൊട്ടരികത്തോ ഇത്തിരി അകലത്തോ ആയി ഒറ്റപ്പെടലിന്റെയും അവഗണനകളുടെയും തേങ്ങലുകൾ ഉയരുന്നു എന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് ഒന്ന് കൈ നീട്ടി തൊടണം. ഹൃദയം കൊണ്ട് ഒരു സ്നേഹസ്പർശനത്തിന് മനസ്സ് കാട്ടണം. നമസ്കാരം.